അയ്യോ സുഹൃത്തുക്കളെ, ഇവിടെ രാത്രി സ്കിൻ കെയർ ആണ്. ഇത് എന്തുവാടി ഇത്? അലോവേറ. ഇത് എന്തുവാ? ഇവൻ എന്തുവാടി ഇത്? ഇവനെ വല്ല ജംബോ സർക്കസിൽ വല്ല കൊണ്ടാക്കാം. എടുക്കാനാ അവനാ പൊത്തു. ഇവരെ സംസാരമൊക്കെ അങ്ങ് മാറും കേട്ടാ. ഹാപ്പി എടുക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് ഞാനിടയ്ക്ക് എങ്ങനെ ആവും. എന്നാലും ഇത്രയും ഇല്ല. ഞാൻ ഇവരെ കണ്ടാണ് പഠിക്കുന്നത്. ബാ, ഇതെന്തരായിരുന്നു? ഉലുവ, കറ്റാർവാഴ. വേറെന്തരിടും? ഇത് രണ്ടും മാത്രം. ഇന്നലെയൊക്കെ തേച്ചോണ്ട് തുടങ്ങുന്നുണ്ട് കേട്ടാ. ഉണ്ട് ശരിയാ. ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുറെ ആയിട്ട് എനിക്ക് ഇട്ട് അമ്മ ഇത് ചൊറിച്ചിലൊന്നും വരത്തില്ലല്ലേ? ചിലവർക്ക് ചൊറി. അതെയാ? എടി മീശയൊന്നും പൊഴിഞ്ഞു പോകത്തില്ലല്ലോ ഇത് വെച്ചാ. അവരിവിടെ തേക്കി. ഞാൻ ഇനി കുളിച്ച്. അമ്മയോടെ തേക്കമ്മ. ഞാൻ കുളിച്ച്. അച്ഛനെ വെച്ചോടുക്കും, മാമനെ വെച്ചോടുക്കും. കണ്ണിനകത്തൊന്നും പോവില്ല കേട്ടാ. ഇതൊക്കെ ചെയ്യാനാ വന്നെന്തെങ്കിലും നിക്കാത്തത്. വീട്ടിലിരിക്കുന്ന അതിനാ. വീട്ടിലിരുന്ന് ഇത് ഓരോ പരീക്ഷണങ്ങളാ. അവിടൊക്കെ തേക്കണോ? ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. കൈപ്പടാ. അച്ഛനെ വിളി. അച്ഛാ വാച്ചാ, കുറച്ചുകൂടെ ഉണ്ട് കാട്ടം. വാ തേച്ചു തരാം. ഞാൻ എന്റെ മോക്കൊന്ന് കണ്ണാടി നോക്കട്ടെ. കാണാൻ ഒരു വൃത്തിയാണ് കേട്ടാ, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് ഇവിടെ പോകുന്നതാണ് ഒരു ചിരി വരുന്നത്. ഇന്നലത്തെയാണോ ഇത്? എന്താ ഇത്? എന്തൊക്കെ ഉപയോഗം എന്നറിയാവോ? സ്കിൻ ഗ്ലോ ആവും, മീശ ഒഴിഞ്ഞു പോവും. പിന്നെ അച്ഛൻ്റെ ഇതിനകത്ത് ഒട്ടുന്നില്ല. എടി ഇച്ചിരി ഫെവിക്കോളൂടെ ഒഴി, അത് ഇരിക്കുന്നില്ല. കറക്റ്റില് മൂക്കള ചാണ്ടി എറിഞ്ഞ കണക്കുണ്ട്. ഊപ്പറായിട്ടുണ്ട് കേട്ടോ. ഊപ്പർ എന്ന് പറഞ്ഞാൽ പേര് ഊപ്പർ. ഇത് എന്ന് വിടണം. കറക്റ്റ് ഇല്ല. കഥകളിക്ക് പോകുന്ന ഇവരെ മുഖഭാവം. ഈ കാക്ക സാധാരണ ഇങ്ങനെ മണ്ടയിലല്ലേ അച്ഛൻ്റെ പിന്നെ എന്തരാ? അങ്ങനുണ്ട്. കുഴപ്പമില്ലട്ടാ, കൊള്ള ഒരു തണുപ്പുണ്ട്. അന്നാ തെറ്റാണോ? ക്യാമറ കൂടെ നോക്കട്ടെ. ഉണ്ടോ? ഉള്ളതുണ്ടോ? ഇനി ഞാൻ എന്ന് ഇടും. ഹേ ഗൈസ്, അപ്പൊ നമ്മള് നേരെ വിഴിഞ്ഞത്ത് പോയിട്ട് സീ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. അന്ന് നമ്മള് പോയായിരുന്നില്ല, ഓർമ്മ ഉണ്ടോ? ശ്രീതു ഉണ്ടായിരുന്നു, അളിയനൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് സീ ഫുഡ് ബക്കറ്റ് ഒക്കെ അടിച്ചായിരുന്നു. അന്ന് അനു ഇല്ലായിരുന്നു. അപ്പൊ അനു പറഞ്ഞായിരുന്നു ഇല്ലേടി, അനു വരുമ്പോഴത്തേനും ഒരു ദിവസം ഒന്ന് പോണോന്ന്. അങ്ങനെ നമ്മൾ പോവുകയാണ് അല്ലേ ചേ? അതെ, ഇന്ന് സീ ഫുഡ് ബക്കറ്റ് വേണം. അത് കണ്ടല്ലോ, നമുക്ക് വെറൈറ്റി ഐറ്റം എന്തെങ്കിലും കഴിക്കാം. നീ അത് കഴിച്ചിട്ടുണ്ടോ? സീ ഫുഡ് ബക്കറ്റ് തൊട്ടി? നോ, അങ്ങനത്തെ ഒന്നും ഇല്ല. വെറൈറ്റി ആയിട്ട് എന്താണ് കഴിക്കാൻ ഇഷ്ടം? എല്ലാം പോവും. ഉലുവ ഇട്ടിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? സീരിയസ് ആയിട്ട് അടുത്ത ഉലുവ വെള്ളത്തിൽ ഇട്ടിട്ടാ വന്നത്. തേക്കാനാ? നമുക്ക് മുഖ്യമന്ത്രിയെ കിട്ടി, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം അല്ലേ? കാത്തിരുന്ന് പുള്ളിക്ക് തന്നെ കിട്ടി. അതെ അതെ. അല്ല, നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയങ്ങളൊന്നുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല. പക്ഷെ എനിക്ക് നല്ല നല്ല നേതാക്കളെ എനിക്ക് ഇഷ്ടമാണ്. ഒരു കാര്യം വരുമ്പോൾ പ്രസന്റ് ചെയ്യുന്ന രീതിയായാലും അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആയാലും ഒരു വ്യക്തിത്വമുള്ള നേതാക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് നേതാക്കന്മാരുണ്ട്. അത് കമ്മ്യൂണിസ്റ്റിലും ഉണ്ട്, കോൺഗ്രസിലും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ മുഖ്യമന്ത്രിയെ കിട്ടി കേട്ടോ. അതിൽ തന്നെ ഭയങ്കര സന്തോഷം. എത്ര ദിവസം എടുത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് ഇന്ന് 10 ദിവസം ഇല്ലേ? കറക്റ്റ് 10 ദിവസം ആയപ്പോഴത്തേനാണ് നമുക്ക് മുഖ്യമന്ത്രി ആയത്. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് തന്നെ ഭരിക്കാം.
നല്ല കാര്യങ്ങൾ ചെയ്യുവോ. അല്ല, വേറെ സംഭവം എന്ന് വെച്ചാൽ ഭരണം മാറി മാറി വരണം. കാരണം അതാണ് ഏറ്റവും നല്ലത്. ഒരു ഭരണം മാറി വരുമ്പോഴത്തേന് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും. മനസ്സിലായി? ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ചിലപ്പം CPM ആയിരിക്കാം. ആവുകയാണെങ്കിൽ അത് നല്ലത്. കാരണം അവരും ഇതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യും. എപ്പോഴും ഒരാൾ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ? നമുക്ക് അത് വിടാം. അപ്പൊ ഗൈസ്, നമ്മള് നേരെ വിഴിഞ്ഞത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഹാഫ് അല്ലേ? ഇതെല്ലാം മസാല വരട്ടി സെറ്റ് ആക്കി. ഇതേത് മീനായിരുന്നു? ഇത് കുറുവല കാളാഞ്ചി ബ്ലാക്ക് സ്നാപ്പർ. ഇതെങ്ങനെ? ഇത് ഒരു കിലോയ്ക്ക് മക്കളെ 900 രൂപ. ഒരു കിലോയ്ക്ക്? ഇത് എത്ര കിലോ വേണം? 3 കിലോ 900 രൂപ. ഇത് ഹമൂറ? മറ്റേത് ചെമ്പല്ലി ഒരു ഭാഗം, മറ്റേത് ഹമൂർ. ഇതെല്ലാം ഹമൂർ തന്നെ. ഹമൂർ ഇത് ഒരു 600 ഗ്രാമൊക്കെ വരും. ഹമൂറാണ് കേട്ടോ. ഇത് 600. മറ്റേ ചെമ്പല്ലിയുടെ വലിയ സൈസ് ആകുമ്പോൾ 4 മുറിച്ചിട്ടേക്കാം. നമ്മൾ അന്ന് വന്ന കടയല്ല കേട്ടോ. നമ്മൾ അന്ന് വന്ന കടയൊക്കെ അടച്ചിട്ട് ഇവിടെ നമുക്ക് പ്രശ്നമായിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ 2-3 കടകളൊക്കെ അടച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നില്ലേ, ഒരാഴ്ച എന്തോ കഴിഞ്ഞപ്പോഴായിരുന്നു ഇവിടെ ഒരു പ്രശ്നം വന്നിട്ട് കടകളൊക്കെ അടച്ചത്. അങ്ങനെ 1-2 കട അടച്ചായിരുന്നു. അത് ചിലപ്പോൾ ഒന്ന് തുറക്കാത്ത ഏരിയ. അവർ ആ കടയാണോന്ന് എനിക്കറിയത്തില്ല. കറക്റ്റ് പേര് എനിക്കറിയില്ല. അതെ. അതുകൊണ്ട് കടകളുടെ പേരൊന്നും ഇപ്പോഴും ഞാനൊന്നും പറയുന്നില്ല. ഒത്തിരി ഐറ്റം പറഞ്ഞു കേട്ടോ ഞാൻ. ഇതെല്ലാവരും കൂടെ കഴിക്കണം. നിങ്ങൾ കഴിക്കണം കേട്ടാ. അച്ഛന് കണവ ഗ്യാസാ. എനിക്ക് ആ കാര്യങ്ങളൊന്നും ഗ്യാസേഴ്സ്. ഗ്യാസ് മാത്രമല്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിച്ചാൽ. ഇത് എല്ലാവർക്കും ഈ സീ ഫുഡ് ചിലപ്പോൾ പിടിക്കത്തില്ല കേട്ടോ. ചിലവർക്ക് ഈ ഫിഷിന്റെ സംഭവം അലർജി ഉണ്ട്. അങ്ങനത്തുള്ളവർ കഴിക്കാണ്ടിരിക്കാനാണ് നല്ലത്. ഈ മീൻമുട്ട ഇതൊക്കെ. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറെ ഐറ്റങ്ങളുണ്ട്. മറ്റേ ഈ കല്ലുമ്മക്കായ അതൊന്നും കഴിക്കാൻ പറ്റൂല. അച്ഛന് കല്ലുണ്ട്. കല്ലുമേൽ ഞാൻ പ്രശ്നമാവും. പക്ഷെ ഇവിടുത്തെ വ്യൂവിനെക്കാട്ടിയും അവിടുത്തെ വ്യൂ ആയിരുന്നു സൂപ്പർ. കറക്റ്റ് ഹാർബർ കാണാൻ പറ്റുമായിരുന്നു. ഈ സൈഡിൽ ഇരിക്കുമ്പോഴത്തേനും വലുതായിട്ട് കാണത്തില്ല. ആ സൈഡിലായിട്ടാണ് ഹാർബർ. ബോട്ടല്ലടി അത് മറ്റേ ചരക്കിറക്കുന്നത് നമ്മുടെ മീനെത്തി. യെസ്, ഹമൂറാണ് കേട്ടോ. ഹമൂർ. ഹമൂർ ടേസ്റ്റ് ചെയ്തൊക്കെ ആദ്യം. ഇവിടെ വന്ന് നല്ല ഫ്രഷ് മീൻ കഴിക്കാൻ പറ്റും. ഓക്കെ, അടിപൊളി മസാല. നല്ല എരിവുണ്ട് കേട്ടോ ഹമൂർ. കൂന്തലൊക്കെ നല്ല ഫ്രൈ അടിച്ചതാണ്. അത് കട്ട് ചെയ്തിട്ട് കൂടി ഇല്ലാന്ന് തോന്നുന്നു. അതുപോലെ ഉണ്ടല്ലോ അച്ഛാ. ഇതല്ലേ വളർന്ന് നീരാളി വലുത്. എല്ലാം നല്ല എരിവുണ്ട് കേട്ടോ. എല്ലാ സാധനവും നല്ല എരിവാ. മുളകിൻ്റെ അല്ല, കുരുമുളകിൻ്റെ. അത് കഴിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മുളക് കൊണ്ടച്ചാ ഇതുണ്ടോ? ഫുള്ള് വറ്റല. അനുവൊക്കെ ഇരുന്ന് കരയുന്നു. ഹമൂറും മീൻമുട്ടയും ഒരു കണവയും. എരിയുണ്ടോ? എല്ലാത്തിനും എരിവുണ്ട്. നല്ല ടേസ്റ്റ്. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിട്ടാണ്. ഇത് തിന്നുമ്പോൾ കുറേ സൗണ്ടൊക്കെ കേൾക്കും. ബഹുത്തല്ല. മൊത്തം കഴിച്ചിട്ട് വരാം കേട്ടോ. ഞണ്ട് റോസ്റ്റിൻ്റെ ഗ്രേവിയും പൊറോട്ടയും കൂടെ ഒന്ന് പിടിച്ചു നോക്കാം. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് അല്ല. ബാക്കി ഒരു ആരൊക്കെ ഇവിടെ ഇത് തോനെയാവും, ബാക്കി വീട്ടിൽ കൊണ്ടുപോവാം. എല്ലാം ബാക്കി വന്നില്ല.
അനു ഭയങ്കര ഹമൂറൊക്കെ എന്ത് ഇവിടെ കിടന്ന ഹമൂറിന്റെ തല പോലും ഇല്ല. തല എന്ത് വെച്ചാ അത് ഹമൂറിന്റെ വാല എൻ്റെ കയ്യിലുണ്ട്. സൂപ്പറായിരുന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? എന്തോ കൊള്ളായിരുന്നല്ലേ? ആ ഓക്കെ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നല്ല എരിവായിരുന്നു. ഫുള്ള് കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരുന്നു. ഇത് ഭയങ്കര ബോർ പരിപാടിയാണ്. ഒരാൾ മാത്രം കട്ടൻ മേടിച്ചിട്ട് ബാക്കിയുള്ളോ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇവിടെ ഇരിക്കണം. കട്ടൻ വേണ്ട, എനിക്ക് ഒന്നാമത് ചൂടുള്ള കഴിച്ചത്, അത് തണുത്ത വെള്ളം കുടിക്കാൻ. അത് നമ്മൾ സാധാരണ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ആണെങ്കിൽ ഒരു കുഞ്ഞൂടുണ്ട് വയറ്റിൽ. ഇതെല്ലാം നമ്മളിപ്പോൾ ഫാമിലി ഒത്തിരി പേരുണ്ട് വയറ്റിൽ ഇല്ലേ? ഞണ്ടുണ്ട്, ഹമൂറുണ്ട്, അതുപോലെ എന്താ വയറുണ്ടോ വയസ്സ്. എൻ്റെ കിലോ ഒക്കെ കേട്ടാൽ നിങ്ങളിപ്പോൾ ഞെട്ടും. എനിക്കിപ്പോൾ ഏതാണ്ട് 74-75 അടുപ്പിച്ചൊക്കെ ആവാറായിട്ടുണ്ട് വെയിറ്റ്. ജിമ്മിനൊക്കെ പോണം ഇനി. ഇപ്പൊ ഞാൻ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ. ഹൗ വാസ് ദ ഫുഡ് ആൻഡ് ഇത്? ഫുഡൊക്കെ അടിപൊളിയാ. നൈസ്. ബാക്കിൽ സൂപ്പർ സൂപ്പർ എക്സലന്റ് വെരി ഗുഡ് വെരി ഗുഡ്. നല്ല കഴിച്ചാൽ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇപ്പൊ അത്രയിലുള്ള ഇന്നത്തെ ഒരു വിശേഷം അല്ലേ? എന്തായാലും അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടാണെന്നൊരു ആരും ചാറ്റ് കൊടുക്കുക. എന്റെ കൈ